Hey guys, welcome back to Farm Orthodox. Guys, കഴിഞ്ഞ നമ്മളെ സെക്കൻഡ് ചോയ്സ് യൂസ്ഡ് വണ്ടിയുടെ ഷോറൂം വീഡിയോ കഴിഞ്ഞ ശേഷം അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി ആനക്കുളത്തിനടുത്ത് സിൽക്ക് ബസാറിനടുത്തുള്ള ട്രൂ വാല്യൂയുടെ സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് കാർ ഷോറൂമിലായിട്ടുള്ളത്. ഗൈസ്, ഇവിടെ മാരുതിയുടെ ഒരുപാട് വണ്ടികളുണ്ട്, ഏതാണ്ട് 30ഓളം വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യം വരെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ നിങ്ങളെ കൂട്ടുകാർ ആരെങ്കിലും യൂസ്ഡ് വണ്ടിയൊക്കെ നോക്കുന്ന അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് കോഴിക്കോട് കൊയിലാണ്ടിന്ന് വരുന്ന ഹൈവേ ആണ്. കൊയിലാണ്ടി കഴിഞ്ഞിട്ട് ആനക്കുളം ഒരു 1.5 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോറൂം കാണാൻ വേണ്ടി പറ്റും. ഹൈവേ സൈഡിൽ തന്നെയാണ് ഈ ഒരു ഷോറൂം വരുന്നത്. ഇതാണ് ഷോറൂം വരുന്നത്. ഇവിടെ മാരുതിയുടെ വണ്ടികൾ മാത്രമാണ്. ഇതാണ് കണ്ണൂർ റോഡ്. കണ്ണൂർ കോഴിക്കോട് ഹൈവേ സൈഡിൽ തന്നെയാണ്. മൂടാടി സിൽക്ക് ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഷോറൂം ഉള്ളത് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാരുതിയുടെ വണ്ടികൾ മാത്രമായിട്ടുള്ളൂ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാരുതിയുടെ യൂസ്ഡ് വണ്ടികൾ മാത്രമാണ്. I10 ഉണ്ട്, അതുപോലെ തന്നെ റിറ്റ്സ് ഉണ്ട്, ഒരു ഒമ്നിയുടെ ഉണ്ട്, അപ്പോൾ വാഗനർ പഴയ മോഡലുണ്ട്, 2023 വാഗനർ ഉണ്ട്. ഇയോൺ ഇത് കൊടുക്കുന്ന വണ്ടിയല്ല, ഒരു 2022 വാഗനർ ഉണ്ട് ഗൈസ്. അതുപോലെ തന്നെ ഡിസയർ ഉണ്ട്, അതുപോലെ തന്നെ സിയാസും ഉണ്ട്, അതുപോലെ തന്നെ ഒരു വാഗനർ ഗൈസ്. അതുപോലെ തന്നെ ഇവിടെ വരികയാണെങ്കിൽ ഒരു ബലേനോ, അതുപോലെ തന്നെ ഒരു എർട്ടിക്ക ഉണ്ട്, പുതിയ മോഡൽ ഒരു ബലേനോ ഉണ്ട്, 2012 മുതൽ ആൾട്ടോ ഉണ്ട്. ഇതിൻ്റെ വില എനിക്കൊന്ന് 1 ലക്ഷം രൂപയാണ് മുപ്പര് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു ആൾട്ടോ കേട്ടൻ പുതിയ മോഡൽ വണ്ടിയുണ്ട്, ആൾട്ടോ പഴയ മോഡൽ വണ്ടിയുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു 2022 മോഡൽ ബ്രസ്സ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഇഗ്നിസും ഇവിടെ ഉണ്ട്, സെല്ലേരിയും ഉണ്ട് ഗൈസ്. അപ്പോൾ ചെറിയ വാഹനങ്ങളൊക്കെ നോക്കും, ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയ നല്ല നല്ല കിട്ടില്ല വണ്ടികൾ, അത് നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റിയുള്ള ഒരു സ്പോട്ടാണ് ഗൈസ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണുക. നിങ്ങൾ ആർക്കെങ്കിലും വണ്ടിയൊക്കെ നോക്കുന്നുള്ള ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് തിങ്കളാഴ്ചയാണ്. നമ്മളെ കോഴിക്കോട് ജില്ലയിലും പരിസര ജില്ലയിലൊക്കെ നല്ല മഴയാണ്. ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും നല്ല കാറ്റും മഴയും വന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുറ്റൊക്കെ കണ്ടാൽ മനസ്സിലാവും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേയൊക്കെ നനഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ വിലയും കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴേക്കും ഇവിടുത്തെ സ്റ്റാഫിന് മഴ പെയ്തിട്ട് നിൽക്കാൻ പറ്റില്ല. കുറേ സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്തു, മഴ തോരാതുകൊണ്ട് അവരൊക്കെ പോയി. കാരണം സമയം ഇപ്പോൾ 5:30 അപ്പോൾ 5 മണിക്ക് ഇവിടുന്ന് അവർ ഷോപ്പ് അടച്ചിട്ട് പോകും. ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. ഞങ്ങൾ മഴ ആയതുകൊണ്ട് കുറച്ചുകൂടെ കാത്തു നിന്നാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇൻഷാല്ലാ നാളെ വന്നിട്ട് എൻ്റെ ഫുൾ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ വന്ന സ്ഥിതിക്ക് ഇവിടെയുള്ള വണ്ടിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വണ്ടിയുടെ വിലയും കാര്യം അറിയണമെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫ് നമ്മളോടൊപ്പം ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്നിരുന്നാലും നമ്മളിവിടെ വന്നതുകൊണ്ടാണ് വീഡിയോ ഫുൾ എടുക്കുന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് യൂസ്ഡ് വണ്ടികളാണ്, അതും റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല കിലോമീറ്ററൊക്കെ കുറഞ്ഞ വണ്ടികൾ. കൂടുതലും വരുന്നത് സിംഗിൾ RC ഓണർ വണ്ടികളാണ് വരുന്നത്. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് എടുത്തിട്ട് വരുന്ന വണ്ടിയാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ചെക്കപ്പും കാര്യമായിട്ട് നല്ലപോലെ വിശ്വസിച്ചെടുക്കാൻ വേണ്ടി പറ്റിയൊരു ഷോപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫുള്ള് ലോണിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇവർ ലോണൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഗൈസ്, നിങ്ങൾക്ക് പിന്നെ വണ്ടിയുടെ റേറ്റ് കുറഞ്ഞ വണ്ടി വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ നല്ല മഴ തുടങ്ങി ഹെൽമെറ്റ് വെച്ചാണ് വണ്ടി കാണുന്നത്. നല്ല നീറ്റ് വണ്ടിയായിരുന്നു വരുമ്പോട്ടോ. ഇവിടെ പെട്ടെന്ന് ഒരു കാറ്റും മഴയൊക്കെ വന്നതിന് ശേഷം വണ്ടിയിലൊക്കെ ഈ മാവിൻ്റെ എന്താണ് ഈ സംഭവം എന്നറിയില്ല, ഇതിൻ്റെ ഒരു പൂവ് വീണിട്ടാണ് വണ്ടിയുടെ മേലെ കച്ചറ പോലെ കാണുന്നത്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പിയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടുത്ത പാർട്ട് 2 ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നേക്കും. എല്ലാവരും ആ വീഡിയോ കാണാൻ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ആരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അത് മാത്രമേ എനിക്ക് ഒരു സങ്കടം പറയാനുള്ളൂ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് മഴയൊക്കെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുക്കുന്നതാണ്. അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്.